വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു നൈറ്റി പീസാണ് കേട്ടോ. 3 മീറ്റർ സാധാരണ ഉള്ള ഒരു നൈറ്റി പീസ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നൈറ്റി ഒക്കെ ഇടാൻ മടിയായിരിക്കും. എങ്കിലും നൈറ്റി തുണി കൊണ്ട് തന്നെ മോഡേൺ ആയി ഇപ്പം 2 സൈഡിൽ പ്ലീറ്റുകൾ ഇട്ടിട്ടുള്ള ഒരു കുർത്തി ഉണ്ടല്ലോ, ആ കുർത്തിയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ നൈറ്റി പീസിനെ നമ്മൾ ഇതുപോലെ 4 മടക്കിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് ഒരു യോക്ക് പോർഷൻ വേണം. അതിനുശേഷം യോക്കിൻ്റെ അടിയിലേക്കാണ് നമ്മൾ പ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും വീതി കുറവായിരിക്കും. അപ്പോൾ നമ്മളതിനെ തിരിച്ച് മടക്കുക കേട്ടോ, ഒരു സൈഡിൽ നിന്ന് തിരിച്ച് മടക്കുക. അപ്പോൾ ഇത് നല്ല വണ്ണമുള്ളവർക്കാണെങ്കിൽ പോലും വയറൊന്നോട്ടും കാണാതിരിക്കാനായിട്ടും പറ്റുന്ന ഒരു മോഡേൺ ആയ ഒരു ഡ്രസ്സായിട്ട് നമുക്ക് വീട്ടിലിടാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ള വീതി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 12 ഇഞ്ചാണ്. നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ അളവും തയ്യൽ തുമ്പും കൂടെ കൂടിയിട്ട് 12 ഇഞ്ച് വീതിയിൽ മടക്കി. ഇനി നമുക്ക് യോക്കിന് വേണ്ടി ഈ പോർഷൻ കട്ട് ചെയ്ത് എടുക്കാം. ബാക്കി പീസ് നമുക്ക് സ്ലീവിനും അതുപോലെ തന്നെ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് യോക്ക് പോർഷന് വേണ്ടി ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം നീളം നമുക്ക് ഇവിടെ ഒരു 15 ഇഞ്ചാണ് ഞാൻ യോക്ക് ലെങ്ത്ത് എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പുകൂടെ കൂട്ടിയിട്ട് 16 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള യോക്കിൻ്റെ ലെങ്ത്ത് എടുക്കുക കേട്ടോ. ബാക്കി പോർഷൻ ഒക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ ഷോൾഡർ നമ്മൾ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ആം ഹോൾ അത് തന്നെ മാർക്ക് ചെയ്താൽ മതി, 6.5. ഞാനിപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. കാരണം വീട്ടിലിടുമ്പോൾ ഇത്തിരി ലൂസിലിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൈയുടെ അവിടെ പിടുത്തം വരാതിരിക്കും 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ചെസ്റ്റ് ഇവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത്. നിങ്ങളുടെ ആവശ്യത്തിന് മാർക്ക് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. താഴെ യോക്കിൻ്റെ അവിടെ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വണ്ണത്തിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ബാക്കി നമ്മൾ ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തു. താഴെ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഇതുപോലെ ആർച്ച് പോലെ വരച്ച് ആ പോർഷൻ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴേക്കുള്ള സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ തൂങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആം ഹോള് വരച്ചു. ബാക്ക് നെക്കിൻ്റെ വീതി വരച്ചിരിക്കുന്നത് 3 ഇഞ്ച്. ഇത് ബാക്ക് നെക്ക് ലെങ്ത്താണ് വരച്ചിരിക്കുന്നത് 4 ഇഞ്ച്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഫ്രണ്ട് നെക്ക് ഞാനൊരു 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം വീട്ടിലിടുമ്പോൾ അധികം ഇറങ്ങിയിരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. അത് നമ്മളിതുപോലെ മാർക്ക് ചെയ്തു വരച്ചു. അതിനുശേഷം ഈ ആർച്ച് വരച്ചത് കട്ട് ചെയ്ത് മാറ്റി. ഷോൾഡർ സ്ലോപ്പും കട്ട് ചെയ്തു. അതുപോലെ തന്നെ ആം ഹോള് വരച്ചതും കട്ട് ചെയ്ത് മാറ്റി. സൈഡ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കട്ടിങ് ഒരുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഈ ലൈൻ മറുവശത്തേക്കും കൂടി ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ കൂടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പം. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ആം ഹോളിൻ്റെ ഒന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് അതൊന്ന് നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചുളിവുകളില്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യാം. കാരണം ഫ്രണ്ടിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട്. ഇനി നമ്മൾ ഇത് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്യാനായിട്ട്. ബാക്ക് പോർഷൻ മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് മാർക്ക് ചെയ്തിരുന്നില്ലേ, അതും കൂടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ലൈനിങ് ഞാൻ വെക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലൈനിങ് വെക്കാം കേട്ടോ. നൈറ്റി തുണി ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒരുവിധം കട്ടിയിലാണ് കിട്ടുന്നത്. ഇനി ബാക്കി വരുന്ന തുണിയും കൊണ്ട് നമുക്ക് അടിയിലേക്കുള്ള സ്കേർട്ട് പോർഷനും അതുപോലെ സ്ലീവും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നിങ്ങൾക്ക് കുർത്തിക്ക് എത്ര വേണോ അതിൽ നിന്ന് 15 ഇഞ്ച് നമ്മൾ യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ബാക്കിയുള്ള തുണിയിൽ നിന്ന് ഞാൻ ഇതുപോലെ 4 മടക്കിയിട്ടു കേട്ടോ. അപ്പോൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് എനിക്ക് 32 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. ബാക്കി യോക്കിന് ശേഷം അത് ഞാൻ മാർക്ക് ചെയ്തു. അതിന് ശേഷം ബാക്കിയുള്ള ക്ലോത്ത് നമ്മൾ ഇതുപോലെ സ്ലീവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 12 ഇഞ്ചോളം വീതിയിലാണ് സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇതുപോലെ 4 നമ്മൾ മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് 17 ഇഞ്ച് ലെങ്ത്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്ലീവ് ഞാനൊരു 3/4 സ്ലീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇവിടെ നിന്ന് സ്ലീവ് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നത് ഇതുപോലെ 9 ഇഞ്ച് വീതിയിൽ ഒരു മാർക്കിംഗ് കൊടുത്തു. അവിടെ നിന്ന് താഴേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ആ സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന്
കർവ് ചെയ്ത് വരച്ചു കൊടുത്തു. അടിയിൽ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു സ്ലീവിൻ്റെ വീതി. അതിനുശേഷം മുകളിൽ 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി തയ്യൽ തുമ്പിൽ നിന്ന് തുണി ഉള്ളിടത്തോളം ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തു കേട്ടോ. വളരെ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം സ്ലീവൊക്കെ. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞു. ഇനി ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ ആ നേരത്തെ വരച്ച സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, അത് ഒന്ന് കുഴിച്ച് ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സെൻറ്ററാണെന്ന് നമ്മൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, അറിയുന്നതിന് വേണ്ടിയിട്ടൊരു മാർക്കിംഗ് കൊടുത്തു, അല്ലെങ്കിൽ ചെറിയൊരു കട്ടിങ് അവിടെ കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, നല്ല വശങ്ങൾ ഒരുപോലെ ഇട്ടിട്ടേ ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, എങ്കിലേ അത് ഒരേപോലെ വരികയുള്ളൂ. ഇനി ബാക്കിയുള്ള ക്ലോത്ത് നമ്മൾ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നെക്ക് ഞാൻ ഇതുപോലൊരു ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. അതൊക്കെ വളരെ ഈസി ആയിട്ട് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് യോക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് 4 ഇഞ്ച് വീതമാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ സെൻറ്ററും ഈ യോക്കിൻ്റെ സെൻറ്ററും കറക്റ്റാക്കി ഒരുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം സ്കേർട്ടിലേക്കും ആ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത്രയും പോർഷൻ നമ്മൾ പ്ലീറ്റ് ഇല്ലാതെയാണ് ഇടുന്നത്. ബാക്കിയുള്ള ക്ലോത്ത് നമ്മൾ അവിടെ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നിന്ന് പ്ലീറ്റ് ഇട്ട് കൊടുത്ത് ഉള്ളിടത്തോളം തുണി പ്ലീറ്റുകളാക്കി ഇട്ട് കൊടുക്കുക അറ്റം വരെ. അതുപോലെ മറു സൈഡിലേക്കും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സൈഡിലും 4 ഇഞ്ച് നമ്മൾ സെൻറ്ററിൽ നിന്ന് പ്ലീറ്റ് ഇല്ലാതെ വന്നതിന് ശേഷം വീണ്ടും ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഉള്ളിടത്തോളം തുണിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലേക്ക് നല്ല ഭംഗിയിൽ പ്ലീറ്റുകളായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനിലും നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പ്ലീറ്റുകളെല്ലാം കറക്റ്റാക്കി പിൻ ചെയ്ത് വെച്ച് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് 4 ഇഞ്ച് പ്ലീറ്റ് ഇടാതെ കൊടുക്കുക. അതിനുശേഷമുള്ള ക്ലോത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലീവ് യോജിപ്പിക്കുക കേട്ടോ. സ്ലീവ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലേക്ക് ആകത്തക്ക രീതിയിൽ ഇതുപോലെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് വെച്ചതിന് ശേഷം 2 സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ. അതിന് ശേഷം 2 സൈഡ് യോജിപ്പിച്ചെടുക്കുക, താഴെ മടക്കിയടിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തു കേട്ടോ. കണ്ടോ, വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 സൈഡിലേക്കും 4 ഇഞ്ച് വീതം പ്ലീറ്റ് ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത്തിരി വയറൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്കും അധികം വണ്ണം ഇല്ലാതെ തോന്നിക്കുന്നതിനായിട്ട് അതുപോലെ സൈഡിലേക്ക് മാത്രമേ പ്ലീറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു മോഡേൺ ലുക്കിലുള്ള ഒരു ഫ്രോക്ക് പോലെ നമുക്ക് കിട്ടും. നൈറ്റി ആയിട്ട് നല്ലതാനും. ഇപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടും. ഇത് തന്നെ ഇപ്പോൾ 45 ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ലെങ്ത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കുർത്തിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 2 സൈഡിലേക്കും പ്ലീറ്റുകളുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ അധികം കാണുന്നില്ല, പക്ഷേ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ മോഡേണായ ഡ്രസ്സാണ് താനും. നൈറ്റി തുണിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ, ഇത് നല്ല തുണിയിൽ നമുക്ക് തയ്ച്ച് പുറത്തൊക്കെ ഇടാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായ ഒരു കുർത്തിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്